Morning all. Today we are going to learn 9th standard history പാർട്ട് 3 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന പാർട്ട് 3യുടെ ചാപ്റ്റർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താണ് പഠിച്ചത്? ഇന്നലെ നമ്മൾ പഠിച്ചത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പഠിച്ചു, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പഠിച്ചു, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പഠിച്ചു, നെറ്റ് എക്സ്പോർട്സിനെ കുറിച്ച് പഠിച്ചു, GDP പഠിച്ചു, GNP പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അതായത് NNP. ഇതിന്റെയൊക്കെ ഫുൾ ഫോം നല്ലപോലെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ NNPയുടെ ഫുൾ ഫോം എന്താണ്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. എന്താണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്? അതായത് ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം വർഷം തോറും അതിന്റെ പ്രവർത്തനക്ഷമത എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഏതൊരു വസ്തുവും ഉപയോഗിക്കും തോറും എന്താണ്? അതിന് പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു, അല്ലെ? അപ്പോൾ ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ ആണ് തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു സാധനം നമ്മൾ ഒരു വസ്തു ഉപയോഗിക്കും തോറും ആ വസ്തുവിന് എന്തുണ്ടാകുന്നു? പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ ആണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ തേയ്മാന ചെലവ് എന്ന് പറയുന്നതെന്ന് ഓർത്തുവെക്കുക. അതില് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ എന്ത് ചെയ്യുന്നു? പരിഗണിക്കപ്പെടാറുണ്ടെന്നാണ് പറയുന്നത്. മൊത്തം ദേശീയ ഉൽപാദനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് ദേശീയ ഉൽപ്പന്നം. അപ്പൊ എന്താണ് ദേശീയ ഉൽപ്പന്നം? അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ, അതായത് മൊത്തം ദേശീയ ഉൽപാദനത്തിൽ നിന്ന് അതായത് എന്തൊക്കെയാണ് തേയ്മാനങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, ആ തേയ്മാന ചെലവ് എന്ത് ചെയ്യും? കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് ആ ഒരു ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്, അതായത് NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ NNP എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റസ് മൂവ് ഓൺ. പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? PCIയുടെ ഫുൾ ഫോം എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലിനെ ആണ് പ്രതിശീർഷ വരുമാനം അഥവാ PCI എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലാണ് പ്രതിശീർഷ വരുമാനം അഥവാ PCI എന്ന് ഓർത്തുവെക്കുക. അതായത് ദേശീയ വരുമാനത്തെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ദേശീയ വരുമാനത്തെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം PCI എന്ന് പറയുന്നതാണ് ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ, അതായത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ, ഇത് മറക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നത്. അപ്പൊ പ്രതിശീർഷ വരുമാനം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അടുത്തത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ എന്തൊക്കെയാണ്, അതായത് ലിമിറ്റേഷൻസ് ഇൻ മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് നമുക്ക് നോക്കാം. അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രധാനമായും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ശ്രമകരമായ പ്രവർത്തനത്തിന് ഒട്ടേറെ പ്രായോഗിക പ്രയാസങ്ങളും അതുപോലെ പരിമിതികളും ഉണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം, സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത അല്ലെങ്കിൽ ഡബിൾ കൗണ്ടിങ്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ്
എന്തോന്ന് ഇതിന്റെ പരിമിതികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം പരിമിതികൾ ഉണ്ടെങ്കിലും ഇവ പരമാവധി പരിഹരിച്ചുകൊണ്ട് ദേശീയ വരുമാനം കൃത്യമായി കണക്കാക്കുവാൻ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ശ്രമിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പരിമിതികളെയൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി നമ്മുടെ എന്തുണ്ട് ദേശീയ വരുമാനം കൃത്യമായി കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓഫീസാണ് ഏത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ശ്രമിച്ചു വരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ വരുമാനം രാജ്യത്തിന്റെ ആകെ വരുമാനത്തെ നിർണ്ണയിക്കുന്നതിനാൽ ഓരോ മേഖലകളെയും നാം ശക്തമാക്കേണ്ടതുണ്ട്. ദേശീയ വരുമാനത്തിലേക്കുള്ള നമുക്കറിയാം സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ ഇതാണ് അല്ലെ, മേഖലകൾ കൂടിച്ചേരുന്നതാണ് സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ സംഭാവന നാം മേഖല തിരിച്ച് വിലയിരുത്തേണ്ടതായിട്ടും വരും. ഓരോ മേഖലയുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന ആ മേഖലയുടെ പ്രവർത്തന നിലവാരത്തെ കുറച്ചു മാത്രമല്ല മറ്റു മേഖലകളുമായുള്ള പരസ്പര ആശ്രയത്തെക്കുറിച്ചും ഉള്ള സൂചന നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അടുത്തത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവന എന്താണ്? അതായത് സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us see. 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യം, മൊത്ത സംയോജിത മൂല്യം, ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ എന്താണ്? അതായത് 2015 ജനുവരി മുതൽ നമ്മൾ പറഞ്ഞു സാമ്പത്തിക കണക്ക് നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഓഫീസ് എന്ന് പറയുന്നത്, ഇതിന്റെ കണക്കുകൾ നോക്കുന്ന ഓഫീസ് ഏതാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവനയെ കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം അല്ലെങ്കിൽ ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ചു തുടങ്ങിയത് 2015 ജനുവരി മുതലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഈ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ അതായത് GDP ആയിരുന്നു മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത് ആരാണ്? GDP ആണ്. മൊത്ത വർദ്ധിത മൂല്യം അഥവാ GVA പ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായും കണക്കാക്കാൻ സഹായിക്കുന്നു. അപ്പൊ GVA നമ്മൾ പഠിച്ചില്ലേ, GDP, GNP, GIP ഒക്കെ പഠിച്ചു അല്ലെ. അപ്പോൾ GVA എന്താണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ GVA ഇവിടെ പറയുന്നത് എന്താണ്? സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായി കണക്കാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഏത്? GVA എന്ന് ഓർത്തു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരെന്താണ്? ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ GVA എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് മൊത്ത വർദ്ധിത മൂല്യം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെയാണ് മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമ്പദ്ഘടന വ്യവസ്ഥയിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം എന്ന് ഓർത്തു വയ്ക്കുക. ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂവിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറച്ചാണ് മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ മൊത്ത ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം എന്ത് ചെയ്യും? കുറയ്ക്കും. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മൊത്ത വർദ്ധിത മൂല്യം ഈക്വൽ ടു മൊത്ത ഉൽപ്പന്ന മൂല്യം മൈനസ് ഇടനില ഉപഭോഗ മൂല്യം, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് GVA എന്ന് പറയുന്നത് ഈക്വൽ ടു ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂ മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്ന് ഓർത്തു വെക്കുക. ഇത് നല്ലപോലെ പഠിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് എന്തെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പോൾ PSC ടെസ്റ്റിനാണെങ്കിലും KTET-നാണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ നല്ലപോലെ പഠിച്ചു പോവുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അടുത്തത്, ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്ന് ചോദിച്ചാൽ ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗത്തെ അറിയപ്പെടുന്ന പേര് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഇടനില ഉപഭോഗം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ എന്ന് ഓർത്തു വയ്ക്കുക.
അതുപോലെ തന്നെ GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന്മേലുള്ള നികുതികളോ സബ്സിഡികളോ അവിടെ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉൽപ്പന്ന മൂല്യം കണക്കാക്കുമ്പോൾ GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നു എന്ന് ഓർത്തു വയ്ക്കുക. എന്നാൽ GDP കണക്കാക്കുമ്പോൾ എങ്ങനെയാണ്? ഉൽപ്പന്ന നികുതിയും അതുപോലെ തന്നെ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്തവർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ GDP എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ GDP കണക്കാക്കുന്നത്. അതുപോലെ മൊത്തവർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ് നികുതി അഥവാ സബ്സിഡി എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. അതായത് നികുതി അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കറിയാം കർഷകർ ജന്മിമാർക്ക് എന്ത് ചെയ്യുന്നു? അതായത് ടാക്സ് ആയിട്ടൊക്കെ അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കും അല്ലേ. അത് നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള സിസ്റ്റമാണ്. അതുപോലെയാണ് ഇപ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ജനങ്ങൾ ചെയ്യുന്ന ചെലവുകൾ വഹിക്കാനായി പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള സർവീസുകൾ ഉണ്ടല്ലോ, അത് ജനങ്ങൾ സർക്കാരിന് അതിൽ നിന്ന് എന്ത് ചെയ്യണം? നിർബന്ധമായി നൽകേണ്ട പണമാണ് ടാക്സ് അല്ലെങ്കിൽ നികുതി എന്ന് ഓർത്തുവെക്കുക. അടുത്ത എന്താണ് സബ്സിഡി എന്ന് നോക്കാം. സാമൂഹ്യ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. നമുക്കറിയാം ചിലപ്പോൾ നമ്മളിപ്പോ ബാങ്കിൽ നിന്ന് ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് ലോണൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ ലോൺ എടുക്കുന്ന സമയത്ത് അതിൽ ഇത്ര അതായത് കറക്റ്റ് ഇത്ര വർഷം അടച്ചു കഴിഞ്ഞാൽ ഇത്ര സബ്സിഡി നമുക്ക് കിട്ടും, കുറഞ്ഞു കിട്ടും, ഇത്ര അടച്ചാൽ മതി തുക എന്നൊക്കെ പറഞ്ഞുള്ള അത് ആ ഒരു ആനുകൂല്യമാണ്. അതായത് ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ അതുപോലെ ആനുകൂല്യമോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മൊത്ത വർദ്ധിത മൂല്യം പ്ലസ് ഉൽപ്പന്ന നികുതി മൈനസ് ഉൽപ്പന്ന സബ്സിഡി എന്ന് ഓർത്തുവെക്കുക. അപ്പൊ GDP എങ്ങനെയാണ് കണക്കാക്കുന്നത്? GVA പ്ലസ് പ്രോഡക്റ്റ് ടാക്സും മൈനസ് പ്രോഡക്റ്റ് സബ്സിഡി എന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ ഈ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നുള്ള മൊത്തവർദ്ധിത മൂല്യം ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന GVA വിഹിതം എന്ന് പറയുന്നത് 1982-83 മുതൽ 2022-23 വരെയുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിന്റെ മൊത്തവർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം, അതായത് ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ GSVA. ചിലപ്പോൾ ഇതിന്റെയൊക്കെ ഫുൾ ഫോം ചോദിക്കാം. അപ്പൊ GSVA എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് എന്ന് ഓർത്തു വെക്കുക. അതായത് കേരളത്തിന്റെ മൊത്തവർദ്ധിത മൂല്യത്തിലും അതിന്റെ വിവിധ മേഖലകളിലുള്ള സംഭാവനയിലും കാലാനുസൃതമായ മാറ്റങ്ങൾ പ്രകടമാകാറുണ്ട് അല്ലെ. എന്നും ഒരു കാര്യം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യൂ? സ്ഥിരമായിട്ട് ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല, അതിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അല്ലെ. എപ്പോ വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്യാം അല്ലെ. അപ്പോൾ ഇവിടെ അതുപോലെ കൊടുത്തിട്ടുണ്ട് വിവിധ മേഖലകൾ തിരിച്ചുള്ള GSVA വിഹിതം. അതായത് 2019 മുതൽ 20 മുതൽ അതുപോലെ 2022-23 വരെയുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒന്ന് നോക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതില് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? അതായത് പ്രാഥമിക മേഖലയുടെ സംഭാവനയിൽ അതായത് 2019-20, 2022-23 കാലഘട്ടമായപ്പോൾ എന്തൊക്കെ മൊത്തവർദ്ധിത മൂല്യത്തിൽ എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെ ദ്വിതീയ മേഖലകളുടെ സംഭാവനത്തിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് പ്രകടമാകുന്നത്? അതുപോലെ വിവിധ മേഖലകളുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? കേരളത്തിന്റെ മൊത്ത വർദ്ധിത മൂല്യത്തിലേക്കുള്ള സംഭാവനകൾ, അതൊക്കെ ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും മൊത്തവർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന എപ്പോഴും നമ്മൾ അത് പഠിച്ചതാണ് അല്ലെ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ. തൃതീയ മേഖലകളുടെ സംഭാവന എന്ന് പറയുന്നത് മറ്റു മേഖലകളുടെ സംഭാവനകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്.
അതിനുള്ള കാരണങ്ങൾ എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാവാം? ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരാം. രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ചയൊക്കെയാണ് ഈ തൃതീയ മേഖലയിൽ നിന്നുള്ള സംഭാവന മറ്റു മേഖലകളെ അപേക്ഷിച്ച് വളരെ മുൻപന്തിയിലാക്കാനുള്ള കാരണമെന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഇവയെല്ലാം GVA വിഹിതത്തിലേക്കുള്ള തൃതീയ മേഖലയുടെ സംഭാവന വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നുവെന്നാണ് പറയുന്നത്. അടുത്തത് ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അതായത് അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച. അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെ മനുഷ്യ വിഭവത്തിന്റെ എന്തൊക്കെ വരാം? അറിവ് വരാം, കഴിവുകൾ വരാം, ആരോഗ്യം വരാം, വിദ്യാഭ്യാസം വരാം, അല്ലെ? ഇതെല്ലാം അതിനെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും നമ്മുടെ ഫലപ്രദമായി ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയെ അറിയപ്പെടുന്ന പേരെന്താണ്? അറിവധിഷ്ഠിത മേഖല അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ എന്ന് മനസ്സിലാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളെ ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്ന് വികസിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോൾ അതുപോലെ തന്നെ തൃതീയ മേഖലയുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാകുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65%-ഓളമുള്ള 35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹത്തിന്റെ മുന്നിൽ ഇതൊരു വലിയ അവസര സാധ്യതയും കൂടി ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനും അതുമായി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. അതുപോലെ അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പോ ഏതാണ്? അറിവധിഷ്ഠിത മേഖലകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഈ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നൊക്കെ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഈ അറിവധിഷ്ഠിത മേഖലയ്ക്ക് പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹമാണ് ഇപ്പൊ നമ്മുടെ ചുറ്റിലുള്ളത്, അല്ലെ? പിന്നെ മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന വിപണികൾ, ഇതെല്ലാം തന്നെ അറിവധിഷ്ഠിത മേഖലയെ വികസിപ്പിക്കുന്നതിനും അതുവഴി ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന പരിപോഷിപ്പിക്കപ്പെടുന്നതിനും വളരെ അധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോ അടുത്തത് വിവിധ മേഖലകളിലെ തൊഴിൽ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 2022 to 2023 കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് സേവന മേഖലയാണെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ തൊഴിൽ ഘടനയിലും വളരെയധികം വ്യത്യാസമുണ്ടെന്നാണ് ഈ ഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അതായത് ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെട്ടിരുന്നത്? അതായത് ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ഘടനയിൽ എന്തെല്ലാം വ്യതിയാനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത്? അതുപോലെ തൊഴിൽ ഘടനയെക്കുറിച്ച് ഇന്ത്യൻ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ തൊഴിൽ ഘടനയാണ് ഈ ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നോക്കി വെക്കുക. അടുത്തത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യത്തിൽ മാറ്റം വരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഘടനാപരമായ പരിവർത്തനം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനയിലും അവ ലഭ്യമാക്കുന്ന തൊഴിലവസരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനയിലും അവ ലഭ്യമാക്കുന്ന തൊഴിലവസരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റമാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് എന്ന് ഓർത്തു വയ്ക്കുക.
എന്താണ് സംഘടിത അസംഘടിത മേഖല? അതായത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അതായത് തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ തൊഴിൽ മേഖലയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് സംഘടിത മേഖല അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെയാണ് സംഘടിത മേഖല എന്ന് ഓർത്തു വെക്കുക. അതുപോലെ കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് അവയുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണ് ഈ സംഘടിത മേഖല എന്ന് ഓർത്തു വെക്കുക. ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ ഈ സംഘടിത മേഖലയിലെ തൊഴിൽ യൂണിറ്റുകൾ ബാധ്യസ്ഥരും ആയിരിക്കുമെന്ന് ഓർത്തുവെക്കുക. അസംഘടിത മേഖല എന്ന് പറയുന്നത് എന്താണ്? നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ അല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് അസംഘടിത, അതിൽ തന്നെ ഉണ്ടല്ലേ അസംഘടിത മേഖല എന്ന് പറയുന്നതെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ സംഘടിത മേഖല എന്ത്, അസംഘടിത മേഖല എന്ത്, ഇത് ഇവിടെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖല സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നു, താരതമ്യേന കൂടിയ ശമ്പളം, തൊഴിൽ സുരക്ഷിതത്വം. ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ്? അസംഘടിത മേഖലയിലോട്ട് വരുമ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല, സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല, താരതമ്യേന കുറഞ്ഞ ശമ്പളമായിരിക്കും, തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായ്മ. ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സീ യു ടുമാറോ. ഓക്കെ, താങ്ക് യു.